നമസ്കാരം. ഈ ഒരു വീഡിയോ സ്ഥിരം പ്രേക്ഷകരെ ഉദ്ദേശിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഈ ഒരു വീഡിയോയിൽ കൂടെ പുതുതായി എന്തെങ്കിലും സ്ഥിരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള തോന്നൽ എനിക്കില്ല. ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീ ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യുകയുണ്ടായി. പതിവായിട്ടുള്ളൊരു രീതി, സ്ഥിരം പ്രേക്ഷകർക്കറിയാം, പതിവായിട്ടുള്ളൊരു രീതി, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാർത്ത കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയോ സ്ഥാപനമോ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ചാടി പുറപ്പെട്ട് വീഡിയോ ചെയ്യാറില്ല. ഒരു 3-4 ദിവസം ആ ഒരു വാർത്തകൾ, ഡിസ്കഷൻസ്, ആളുകളുടെ പ്രതികരണങ്ങൾ, അനുഭവങ്ങൾ അത് മുഴുവനായിട്ട് കേട്ട് പഠിച്ച് കമൻറ്റുകൾ അടക്കം പഠിച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്യാറുള്ളത്. അങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഞാനിങ്ങനെ വൈകി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് എന്നെ അറിയാവുന്ന ആളുകൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എൻ്റെ ചില സോഴ്സുകൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കത് തരാറുണ്ട്. ഞാൻ ആ ഒരു സോഴ്സുകളോട് കാണിക്കേണ്ട എല്ലാ മാധ്യമ മര്യാദകളും എത്തിക്സും പാലിച്ച് അവരെ സേഫാക്കി എന്നെ സേഫാക്കി മാത്രമാണ് ഒരു വീഡിയോ പ്രസന്റ് ചെയ്യാറുള്ളത്. ശ്രീ ഗോപിനാഥ് മുതുകാടിൻ്റെ വീഡിയോയും അങ്ങനെ പ്രസന്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഫ്രോഡ് പല ആളുകളും ആരോപിച്ച ഒരു സംഗതിയാണ്. ഞാൻ ആ ഒരു വീഡിയോയിൽ ഫിനാൻഷ്യൽ ഫ്രോഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കിട്ടിയിട്ടില്ല. ഞാൻ അതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയത് മാതാപിതാക്കളുടെ ആകുലതയാണ്. അത് ജെനുവിനാണ്. ഞാൻ പല മാതാപിതാക്കളുടെയും അനുഭവങ്ങൾ കേട്ടു. ആ ഒരു സ്ഥാപനവുമായിട്ട് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾ, ഭിന്നശേഷി കുട്ടികളുള്ള ആളുകളിൽ നിന്നിട്ടുള്ള അനുഭവങ്ങൾ കേട്ടു. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു വീഡിയോയിൽ വിമർശനമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. എന്നാൽ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം പതിവില്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ, നമ്മൾ സാധാരണയായിട്ട് ഇഷ്ടം പോലെ കോൺട്രോവേഴ്സ്യൽ ടോപ്പിക്കുകൾ ചെയ്യുമെന്നുണ്ടെങ്കിലും അതിനകത്തുള്ളത് തെറിവിളിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഒരുതരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ നമ്പർ വരെ സംഘടിപ്പിച്ച് വിളിക്കുകയുണ്ടായി. ഞാൻ അവരോട് ഈ പേരൻസിൻ്റെ അനുഭവങ്ങളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അത് അയച്ചു കൊടുത്തിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല. അവർ നമ്മളോട് ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ് എല്ലാവരും ആ ഒരേ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്യുന്ന ആളുകളെങ്കിലും ചെയ്യാൻ അനുവദിച്ചൂടെ? എന്തോ ഒരു വലിയ കാര്യം ഒരാൾ ആരും ചെയ്യാത്ത സാഹചര്യത്തിൽ വന്ന് ചെയ്തു എന്നുള്ള ഒരു ചിന്തയാണ് ഇവരിൽ പല ആളുകൾക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ കൂടെയോ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടെയോ, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കൂടെയോ അദ്ദേഹത്തെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ ഭിന്നശേഷി കുട്ടികൾ അത്രയധികം പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവുമായിട്ട് കിടക്കുകയായിരുന്നു. അവർക്കൊരു നാഥൻ ഉണ്ടായിരുന്നില്ല, അവർക്കൊരു രക്ഷകൻ വന്നതാണ് ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു വ്യക്തി എന്നുള്ളത്. അത് ചിലപ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് സംസാരിച്ച സമയത്ത് പുറത്തേക്ക് പോയതായിരിക്കാം. എന്നാൽ ഇത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ എന്തോ ഒരു വലിയ കാര്യം സംരക്ഷിക്കണം, അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പ്രതിരോധിക്കണം എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ഞാൻ കുറേ ചിന്തിച്ച് എങ്ങനെയാണ് ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ വളരെ ജെന്യുവൻ ആയിട്ടുള്ള പേരൻസിൻ്റെ ആകുലതകൾ, ഭിന്നശേഷി കുട്ടികളുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ആകുലതകൾ മാത്രമാണ് ആ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. എനിക്ക് ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് ശ്രീ ഗോപിനാഥ് മുതുകാടിനോട് ചെറിയൊരു അമർഷം തോന്നിയത്. കാരണം അദ്ദേഹം സ്വാധീനിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ. അതേപോലെ ചില ആളുകൾ എടുത്തടിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ചെയ്യൂ, ചെയ്യുന്ന ആളുകളെ ചെയ്യാൻ അനുവദിക്കൂ, എന്ത് പറഞ്ഞാലും വിമർശനങ്ങളുമായിട്ട് വരുന്ന ആളുകളുണ്ട്, നിങ്ങൾ മാപ്രകളൊക്കെ ഇങ്ങനെയാണ്. മാധ്യമപ്രവർത്തകർ ഒരാൾ ചോദിച്ചൊരു കാര്യമാണ്, വിളിച്ചപ്പോൾ ചോദിച്ചൊരു കാര്യമാണ്, നീ പുതുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഞാൻ പുതുതായിട്ട് എന്താണ് പറയേണ്ടത്? ഇതുപോലുള്ളൊരു ടോപ്പിക്കിൽ പുതുതായിട്ട് എന്താണ് പറയേണ്ടത്? അതേപോലെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് എക്കോ എന്ന് പറയുന്ന ഒരു വേർഡ്. അതങ്ങനെയാണ്, 2 തരത്തിലാണ് ഒരു വാർത്തയെ, ഒരു ഇഷ്യൂവിനെ നമ്മൾ സമീപിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, വേറെ രീതിയൊന്നും അറിയത്തില്ല. അതിനകത്തൊരു എത്തിക്സ് ഉണ്ട്, അത് നല്ല രീതിയിൽ പാലിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. 2 തരത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒരു എക്കോ ആവാം, എക്കോ ആവേണ്ട ആവശ്യമുണ്ട്. വോയിസ് ഓഫ് വോയിസ്ലെസ് ആവാം. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പേരൻസിൻ്റെ ഒരു ഇഷ്യൂവുമായിട്ട് ഒരാൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സുനിത ദേവസ് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം അവിടുത്തെ വോയിസ് ഓഫ് വോയിസ്ലെസ് ആണ്. ഞാൻ ശരിക്കും എക്കോയാണ് പല സാഹചര്യങ്ങളിലും. കാരണം ഇങ്ങനെയുള്ള ആകുലതകൾ, വിമർശനങ്ങൾ, വേദനകൾ, അനുഭവങ്ങൾ പറയുന്ന സമയത്ത് ആ ഒരു ഒച്ച എങ്ങനെയെങ്കിലും തടയണം, അതിനെ അടിച്ചമർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ കൂട്ടം ആളുകൾക്കിടയിൽ ആ ഒരു ഒച്ച കേൾക്കണമെന്നുള്ള ആഗ്രഹം കണ്ട് കൂടെ നിന്ന് ആ ഒരു ഒച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ആൾക്കാരാണ് ഞാൻ. ഇതും വേണ്ടതാണ്, അതും വേണ്ടതാണ്. ഗോപിനാഥ് മുതുകാടിനെതിരെ ആദ്യമായിട്ടൊന്നുമല്ല ആരോപണം വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ക്രൈം മാഗസിനിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളുടെ ഒരു കഥ വായിച്ചിരുന്നു. ആ ഒരു കഥയൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്ന് വായിച്ചതനുസരിച്ചിട്ട് ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ആരോപണമാണ്. ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാത്തത്, എനിക്ക് ആ ഒരു ന്യൂസിൻ്റെ കോപ്പി എൻ്റെ കയ്യിലില്ല.
അതിൻ്റെ സോഴ്സ് ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ്. ആരോപണങ്ങളുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. ആരോപണങ്ങൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരും. സങ്കീർണമായിട്ടുള്ള പ്രശ്നമൊന്നും ഈ ഒരു കാര്യത്തിലില്ല. ഭിന്നശേഷിയുള്ള കുട്ടികളിലെ കലാ അഭിരുചികൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് ഡിഫറെൻറ്റ് ആർട്സ് അക്കാഡമി, അല്ലെങ്കിൽ മാജിക് പ്ലാനറ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ആർട്സ് അക്കാഡമി എന്നുള്ള ഒരു പ്രചാരണം ആളുകളിലേക്ക് നടത്തി, അല്ലെങ്കിൽ അങ്ങനെയാണ് ആളുകൾ അതിനെടുത്തത്. അപ്പോൾ കലാ അഭിരുചികളുള്ള കുട്ടികൾക്ക് ഉള്ള ഒരു ട്രെയിനിങ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു അഭിരുചികളുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ഈ ഒരു സ്ഥാപനത്തെ സമീപിക്കുന്നു. ഈ ഒരു സ്ഥാപനം ഇത്തരത്തിലുള്ള ഒരു നടപടികളാണ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവിടേക്ക് സഹായങ്ങൾ കൊടുക്കുന്നു. ഗോപിനാഥ് മുതുകാടിനെയും ആ ഒരു കുട്ടികളെയും അംഗീകരിക്കുന്നു. പിന്നീടാണ് മനസ്സിലായത് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിൽ കൂടെ നടക്കുന്ന ഒരു സംഗതിയാണ്. അത് ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള സംഭവമാണ്, അദ്ദേഹത്തിൻ്റെ ഔദാര്യമാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഔദാര്യം എന്ന് പറയുന്ന ഒരു വാക്ക് പേരൻസിനോട് മുഴുവനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് തെറ്റിദ്ധാരണയാണ്. ഇപ്പം ഞാനും വിചാരിച്ചിരുന്നില്ല അത് ഗോപിനാഥ് മുതുകാട് സ്വകാര്യമായിട്ട് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളുള്ളൊരു സ്ഥലമാണ് എന്നുള്ളത്. അത് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ഷോക്ക് പേരൻസ് ആളുകളിലേക്ക് എത്തിച്ചാണ്. എന്തിനാണ് അത് എത്തിക്കുന്നത്? അത് എത്തിച്ചുകൊണ്ടുള്ള ഗുണം എന്താണ്? നാളെ ഒരാൾക്ക് അങ്ങനെ ഒരു വേദന അവിടെ പോയി ഉണ്ടാവരുത്. കാരണം ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന നന്മമരം ഡയലോഗുകൾ അടിക്കുന്ന സമയത്ത് ഈ ഔദാര്യം പറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളൊന്നുമല്ല. അവരും സാധാരണ ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അവരുടെ പേരൻസ് നമ്മുടെ പേരൻസൊക്കെ പോലെ തന്നെയുള്ള പേരൻസാണ്. എല്ലാം ഈ ഔദാര്യം പറ്റാനായിട്ട് കിടക്കുന്ന ആളുകളാണ് എന്നുള്ള ചിന്ത നന്മ രോഗികൾക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു പേരൻസ് ആ ഒരു കുട്ടികളുടെ ഭാവിയെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ ഔദാര്യം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കുട്ടിയില്ല, എൻ്റെ ഔദാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേദന തോന്നും. ആ ഒരു വേദന ഇനി ഒരു പേരൻറ്റിന് ഉണ്ടാവരുത്, അങ്ങനെയുള്ളൊരു മാറ്റി നിർത്തൽ അതുപോലുള്ളൊരു കുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് അവർ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അല്ലാതെ ആ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ടോ ആ ഒരു ഐഡിയയെ കുറിച്ചിട്ടോ യാതൊരുവിധ എതിർപ്പും ആർക്കുമില്ല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളുണ്ട്, അങ്ങനെയുള്ള പേരൻസ് ഉണ്ട്. അപ്പോൾ അവരിലേക്ക് ഇങ്ങനെ ഒരു ബ്രാൻഡിങ് നടത്തി ഒരു കാര്യം എത്തിക്കുന്ന സമയത്ത് അവരിനി വേദനിക്കപ്പെടരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ആ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അതിനോടൊപ്പം കുട്ടികളുടെ കഴിവുകളെ ഷോക്കേസ് ചെയ്യുന്നതിനേക്കാളും ഉപരിയായിട്ട് കുട്ടികളെ അവരുടെ ദൈന്യതകളെ ഷോക്കേസ് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതേപോലെ മര്യാദയില്ലാതെ പേരൻസിനോട് പെരുമാറുന്ന ഒരു രീതിയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. പേരൻസ് അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു പേരൻസിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ യൂട്യൂബിലുള്ള അനുഭവങ്ങൾ മാത്രം കേട്ടാൽ മതിയല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട. അനുഭവങ്ങൾക്കകത്ത് അവർ പറയുന്നത്, അവരോരോ സജഷൻസ് പറയുന്ന സമയത്ത്, അവരവരുടെ ജെനുവിൻ ആയിട്ടുള്ള ആകുലതകൾ പറയുന്ന സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു രീതിയെ കുറിച്ചിട്ടാണ്. ആ ഒരു വിമർശനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചേഞ്ചുകൾ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിനും അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കുമാണ് അതിൻ്റെ ഗുണം. അതിനെ ഞാൻ അംഗീകരിക്കാനായിട്ട് റെഡി ആവാത്തത്. അല്ലാതെ വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. എൻ്റെ പൊന്നു ബ്രോ, നിങ്ങളൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദയവായി ആ പ്രസ്ഥാനത്തെ തകർക്കരുതേ. കുറച്ച് പാവം പിടിച്ച പിള്ളേരെങ്കിലും രക്ഷപ്പെടട്ടെ. ഗോപിനാഥ് മുതുകാട് അദ്ദേഹം 5 സ്റ്റാർ ലൈഫ് ഒന്നുമല്ല ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം 5 സ്റ്റാർ ലൈഫ് ജീവിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സോ അതിനെക്കുറിച്ചിട്ടല്ലല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് എന്താണ്? അവിടെ സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ കാര്യത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ ചില കുട്ടികൾക്ക് ഏറ്റ അനുഭവത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്, ദുരനുഭവത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും നന്മ കിട്ടി, അവിടെ വരുന്ന കാഴ്ചക്കാർക്ക് കണ്ണിന് കുളിർമയേകുന്ന കുറേയധികം കാഴ്ചകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കൂട്ടം ആളുകളെ മനോവിഷമത്തിലേക്ക് ആക്കാൻ പറ്റുമോ? അതേപോലെ നമ്മളിലേക്ക് എത്തിച്ച ഒരു ഐഡിയ, ആശയം ഇങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പല വേദികളിൽ പ്രസംഗിച്ചതിനകത്തൂടെയൊക്കെ മനസ്സിലായത് ഭിന്നശേഷിയുള്ള, തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഡിഫറെൻ്റ് ആർട്ട് അക്കാഡമി വഴി കലാഭിരുചികളുള്ള ആളുകളെ നമ്മൾ കൂടുതൽ മിടുക്കന്മാരായി വാർത്തെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ചെന്ന ആളുകളിൽ സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് ചില വിമർശനങ്ങൾ പറയേണ്ടി വന്ന സമയത്ത് അവരോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. ചില ആളുകൾ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ കൂട്ടം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ആ ഒരു കുട്ടികളുടെ മനോവിഷമത്തെക്കുറിച്ചിട്ട് നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്മ ചെയ്യാനുണ്ട്, ആരെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിച്ചോട്ടെ, അയാൾ ആ ഒരു ലേബൽ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ ജെന്യുവിനായിട്ടുള്ള ചില ആകുലതകളാണ് പറഞ്ഞത്. അണ്ണൻ യൂട്യൂബിൽ ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കാണിക്കും, എന്നിട്ട് നിങ്ങൾ അംഗീകരിക്കാം. ഈ യൂട്യൂബ് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന കാശ് ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കുമെന്നെങ്കിലും പറ. ഞാനൊരു പാവപ്പെട്ടവനും 10 പൈസ പോലും വെറുതെ കൊടുക്കത്തില്ല. ഞാൻ അങ്ങനെ ഒരു മര്യാദ ഇല്ലാത്ത ഒരുത്തനാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുതേ. ഞാനൊരു നന്മയുള്ള വ്യക്തിയോ, എൻ്റെ ഉദ്ദേശം ഈ സമൂഹത്തിൽ നന്മ പടർത്തുകയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ പണി വൃത്തിക്ക് ചെയ്യുന്നു.
എൻ്റെ പണി ഞാൻ വൃത്തിക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു പണി വൃത്തിക്ക് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വിചാരിക്കും, എത്തിക്സ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്തതുകൊണ്ട് എത്തിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വിചാരിക്കും എന്തോ നന്മ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പാവപ്പെട്ടവനോ വെറുതെ കാണുന്ന ഒരാൾക്കൊന്നും ഞാൻ പൈസ കൊടുക്കില്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു തൊഴിലുണ്ട്, പാവപ്പെട്ട ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തൊഴിൽ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പൈസ വാങ്ങാം, ഞാൻ കൊടുക്കാൻ റെഡിയാണ്. അതേപോലെ ഞാൻ എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു ചെറിയ നെറ്റ്വർക്കിനകത്ത് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള വക എനിക്കുള്ളൂ. അതേപോലെ ഇപ്പോൾ വേറെ ആൾക്കാരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഒരാളെ സഹായിക്കണമെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറില്ല. അതൊക്കെ വലിയ വലിയ മനസ്സുള്ള ആളുകൾക്ക് പറ്റത്തുള്ളൂ. ഞാൻ അത്ര വലിയ മനസ്സുള്ള ഒരു വ്യക്തിയല്ല. ക്രിറ്റിസിസം ഈസ് ഈസി, ക്രിയേഷൻ ഈസ് കംപ്രസം. ക്രിറ്റിക്സ് സ്കാനിങ് ഫോർ ഡേർട്ട് നെവർ പ്രൊമോട്ട്സ് ഓർ പ്രൊപ്പഗേറ്റ്സ് ഗുഡ്നെസ് ഇൻ എനിത്തിങ്. Sorry, rather do such an act before criticism and feel the hazards. മുതുകാട് ഹാസ് ഗോൾഡൻ ഗോൾസ് നോട്ട് ഗോഡാം സ്പീച്ച്. അത് എനിക്ക് വിയോജിപ്പുണ്ട്. അനാവശ്യമായിട്ടുള്ള സ്പീച്ചുണ്ട്. സ്മീറിംഗ് ഡേർട്ട് ഓൺ ലെസ്ട്രസ് പേഴ്സണാലിറ്റീസ് ഇൻ ആൻ ഈസി വേ ടു പ്രൊജക്ട് ദ സെൽഫ് ഇൻ എ നെഗറ്റീവ് വേ. ഓക്കെ, ക്യാരി ഓൺ. ടൈം വിൽ പ്രൂവ് ദ ഒബിയസ് ട്രൂത്ത്. യു ആർ നോട്ട് ലൈറ്റിംഗ് എ ക്യാൻഡിൽ ബട്ട് ട്രൈങ് ടു ബ്ലോ ഇറ്റ് ഔട്ട്. ഞങ്ങൾ എന്തെങ്കിലും തരും, ഞങ്ങളങ്ങ് നന്മ ചെയ്യും. ഞങ്ങൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഔദാര്യം പറ്റിയിട്ട് അങ്ങോട്ട് പോവുക ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ എന്നൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു വർത്തമാനമാണ് ഈ കമൻറ്റ് ബോക്സിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന്, ആളുകൾ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആരെ സഹായിക്കരുത്. താങ്കളോടൊട്ടും യോജിക്കുന്നില്ല, അദ്ദേഹം പുള്ളിയെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ചെയ്യുന്നു, അല്ലാതെ ലോകം മൊത്തം മാറ്റിമറിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ ആൾ ചെറിയ ചേഞ്ച് കൊണ്ടുവരുമ്പോഴാണ് ലോകം മാറുന്നത്, അല്ലാതെ എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞതിനെ വിമർശിക്കുമ്പോൾ കാണിക്കുന്ന അസഹിഷ്ണുത ഒട്ടും ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റായിരിക്കും. മുതുകാടിന് എന്തിൻ്റെ കേടാണ് കയ്യിലുള്ളതെല്ലാം കളഞ്ഞു കുളിച്ച് ഇതിൻ്റെ പുറകെ നടക്കാൻ? നിങ്ങളെ ഒരു ജെന്യൂൻ മനുഷ്യനായിട്ടാണ് വിചാരിച്ചത്. പലപ്പോഴും ആളുകൾക്കുള്ളൊരു പരാതിയാണ്, ഞാൻ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയിലല്ല കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നത്. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പറച്ചിലാണ്. കാരണം വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് പൊതുവായിട്ടുള്ള ചില മര്യാദകൾ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ അനുസരിച്ചിട്ടാണ്. കമൻറ്റ് ബോക്സിൽ വ്യക്തിപരമായിട്ടുള്ള സംസാരങ്ങളാണ്. ഒരാളുടെ ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ അയാളോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാളുടെ ഭാഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള റിപ്ലൈ ആണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ വലിയ മര്യാദയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ മര്യാദക്കാരോട് വളരെ മര്യാദയ്ക്ക് പെരുമാറുകയും നല്ല മനുഷ്യന്മാരോട് നല്ല മനുഷ്യനായിട്ട് പെരുമാറുകയും അല്ലാത്ത ആൾക്കാരോട് ഒരു മര്യാദയും കാണിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ പ്രസൻറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു വിനയ ഭാവം കണ്ടിട്ട് എൻ്റെ സ്ഥായി ഭാവം ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. അതേപോലെ ഒറിജിനൽ സ്വഭാവം മറച്ചു വെച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ഞാനൊരു യൂട്യൂബറാണ് എന്നൊക്കെ വിചാരിച്ച് ആളുകൾ കാണും എന്നൊക്കെ വിചാരിച്ചിട്ട് സംസാരിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അങ്ങനെയൊക്കെ നമ്മൾ മറച്ചു വെച്ചാലും എന്തെങ്കിലുമൊക്കെ ആ ഒരു സ്വഭാവം പുറത്തു വരും. ഞാൻ വളരെയധികം അസഹിഷ്ണുത, വളരെ മോശമായിട്ടുള്ള ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റുകൾ കേൾക്കുന്ന സമയത്ത് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. ഇപ്പോൾ എനിക്കെതിരെ സംസാരിക്കാം, അല്ല ഞാൻ പറഞ്ഞതിനെതിരെ സംസാരിക്കാം. അത് എനിക്കെതിരെയുള്ള വ്യക്തി അധിക്ഷേപമോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പുകയടിക്കുന്ന തരത്തിലേക്കോ വേറെ ഒരാളെ ദൈവവൽക്കരിക്കുന്ന തരത്തിലേക്കോ ആവുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ആ ഒരു ഭാഷയിൽ തന്നെ റിപ്ലൈ കൊടുക്കും. ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങി 100 പേരെയാണ് വേണ്ടത്, 1000 പേർ ജോലിക്ക് വരുന്നു. എന്നാൽ 1000 പേർക്കും ജോലി അത്യാവശ്യമാണ്. 100 പേർക്ക് ജോലി കിട്ടി, 90 as usual. ഈ കമ്പനി പൊട്ടി പാളിസായി പോകട്ടെ എന്ന് പറഞ്ഞു. ഒന്നും ആവില്ല എന്ന് കരുതിയ 100 പേർക്ക് ജീവിതത്തോട് കോൺഫിഡൻസ് ആയി, കമ്പനി വളർന്നു, ഒരുപാട് സഹായങ്ങൾ കിട്ടി. ജോലിക്ക് വേണ്ടി വന്ന ആൾക്കാരെ ആട്ടി വിടുന്ന സമയത്തുള്ള മര്യാദകേടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. അതേപോലെ തന്നെ ജോലിയാണ്, ഔദാര്യമല്ല. 2000 ഷോകൾ ആ ഒരു കുട്ടികൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. 2000 ഷോ 2000 വേദികളിൽ നടത്തിയതിന് ശേഷവും ഔദാര്യം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തൊരു ഉളുപ്പില്ലായ്മയാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് കമ്പനിയുടെ കാര്യം പറയുന്നത്. കമ്പനി പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവർക്ക് കുരുപൊട്ടി. 10 പേർക്ക് പോലും ഉപകാരം ചെയ്യാത്ത ഒരു ക്യാമറ എടുത്ത് വെച്ച് ജോലി സെലക്ട് ചെയ്തിരുന്ന 900 പേരുടെ അഭിപ്രായം എടുത്ത് അവരുടെ അഭിപ്രായം കൂടി ഇടകലർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടു. നെഗറ്റീവ് മാമാകം നടക്കുന്ന ഈ ഒരു സമൂഹത്തിൽ അത് കത്തിപ്പടർന്നു. വ്യൂവേഴ്സ് കുത്തനെ കൂടി, യൂട്യൂബിൽ വരുമാനം കൂടി. ഞാൻ ഹാപ്പി. 100 പേർക്ക് ജോലി കൊടുത്തു. അയാൾ വിചാരിച്ചു ഞാൻ എന്തിന് ഇത് തുടങ്ങി, ഒരു പാവം ഫാൻ ബോയ് യൂട്യൂബ്, ഇവന്മാരെ സൂക്ഷിക്കുക, ഞാനൊന്നും ചെയ്യുന്നില്ല, നിങ്ങളും ഒന്നും ചെയ്യേണ്ട. ഇത് ഏതെങ്കിലും പള്ളിയോ ക്ഷേത്രമോ തുടങ്ങിയാലും ഇവന്മാർ മിണ്ടില്ല, കാരണം വരുമാനം നിലയ്ക്കും. പള്ളിയോ ക്ഷേത്രം തുടങ്ങിയാലും നമ്മൾ മിണ്ടും. ദൈവങ്ങളെക്കുറിച്ചിട്ടും ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ദൈവങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ ഇത് വിമർശനങ്ങൾ വരുന്ന സമയത്ത് പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഇത് സമൂഹത്തിൽ കത്തിപ്പടരാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മുതുകാട് ഓക്കെ, നിങ്ങൾ പറയുന്നത് പോലെ നല്ല മനുഷ്യനായിരിക്കാം. മുതുകാടല്ലാത്ത ഒരു ചൂഷകൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അയാളെ കുറിച്ചിട്ടൊന്നും മിണ്ടരുത്, അയാൾ എന്തോ നന്മ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, അയാൾ ചെയ്യട്ടെ. അതിന് പിന്നിലുള്ള ചൂഷണങ്ങളെ കുറിച്ചിട്ട് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ, വിമർശനങ്ങൾ, അതിന് നമ്മൾ വേദികൾ കൊടുക്കണം. വിമർശനങ്ങൾ വരുന്ന സമയത്താണ് ഒരു സാധനം നന്നാവുന്നത്. മുതുകാടിനെതിരെ വന്ന വിമർശനങ്ങൾ പൊള്ളയാണ്, അതിനകത്തൊന്നുമില്ല, അതങ്ങനെയല്ല എന്നൊക്കെ അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനം ഇനിയും വളരും. ആ ഒരു സാധ്യതകളെ കുറിച്ചിട്ട് ചിന്തിക്കൂ സുഹൃത്തെ. പ്രിയ സുഹൃത്തുക്കളെ, മുതുകാട് സാറിനേക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ,
അവർ പറയട്ടെ, പേരൻസ് പറയട്ടെ. അവർ പറയുന്നതിനകത്ത് ചുമ്മാ വ്യക്തി അധിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തുന്നത് പോലെ ഒന്നും ഇല്ലല്ലോ. അവർ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നില്ല, അവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കേൾക്കാതെ പോവുക, നിങ്ങൾ ആരാധിച്ചുകൊണ്ട് പുറകെ നടക്കും. കടുത്ത സൈബർ അറ്റാക്ക് ആയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ. ആ ഒരു സൈബർ അറ്റാക്ക് ഒക്കെ കണ്ട സമയത്താണ് കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോയിൽ അവർക്ക് നമ്മൾ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇപ്പോൾ കുറച്ചൊക്കെ കുറയുന്നുണ്ട്, പല അനുഭവങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നന്ദി.